പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മലയാളി പെന്തക്കോസ്റ്റ് യൂത്ത് ഫ്രണ്ട്സിലൂടെ ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മലയാളി പെന്തക്കോസ്റ്റ് യൂത്ത് ഫ്രണ്ട്സിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ധാരാളമായി പ്രതിഫലം കൊടുത്ത് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തില് ദൈവന്റെ ജീവിതത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവശക്തി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. ലോകത്തിൽ പലതരം ശക്തികളുണ്ട്. എന്നാൽ ദൈവശക്തി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിനോട് മറ്റൊരു ശക്തിയോട് താരതമ്യപ്പെടുത്താൻ കഴിയാത്തതായിരിക്കുന്ന ഒരു ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. സകലത്തിന്റെ ഈ സ്രോതസ്സും ആധാരവും ആദിയും അന്തവും സർവസമ്പൂർണനും സർവശക്തനുമായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് ഒന്നിനോട് അല്ലെങ്കിൽ തുല്യതപ്പെടുത്തുവാൻ പറ്റത്തില്ല. ഒരിക്കലും മാനുഷിക ശക്തികൾക്കും അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഈ ലോകത്തിൽ കാണുന്ന ഏതെല്ലാം ശക്തികൾക്കും ഒരു അളവുകോലുണ്ട്. എന്നാൽ അളവുകോലില്ലാത്തതായിരിക്കും, നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവശക്തിയെ പറ്റി പല കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. പല രീതിയിലുള്ള ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനം പല രീതിയിലാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. നമ്മളെ ഉറപ്പിക്കുന്ന, നമ്മളെ കഷ്ടതയിൽ നമ്മളെ ശക്തീകരിക്കുന്ന, സുവിശേഷം പറയുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന, ഏത് മനുഷ്യനെയും ഉപദേശിക്കുവാനും പ്രബോധിപ്പിക്കുവാനും നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി, നമ്മളിൽ പകർന്നിരിക്കുന്നതായിരിക്കുന്ന അത്യന്ത ശക്തി, നമ്മൾ ചോദിക്കുന്നത് നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നമ്മളെ വ്യാപരിക്കുന്ന ശക്തി, നമ്മുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി, ഇതിനെല്ലാം ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തി പല രീതികളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മളെ ഓരോരുത്തരെയും അഭിഷക്തന്മാരുമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനം നടക്കുന്നുണ്ട്. എന്നാൽ അത് പലപ്പോഴും നമ്മൾ ആ ദൈവശക്തിയുടെ ആ വലിപ്പം അല്ലെങ്കിൽ ആ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോവുകയാണ്. കർത്താവിന്റെ ദൂതൻ മറിയയുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, നിനക്ക് ഒരു മകൻ ജനിക്കും. അപ്പോഴത്തേക്ക് മറിയ പ്രവചനം അല്ലെങ്കിൽ ദൂതന്റെ വാക്കുകളെല്ലാം കേട്ടതിന് ശേഷം ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ അത് ഉത്ഭവിക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് പറയാറുള്ളത്, നമ്മളുടെ അസാധ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ സാധ്യങ്ങളെ സാധ്യമാക്കുവാൻ തുടങ്ങും. കാരണം നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ രോഗം സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം. ഒരിക്കലും നമ്മൾ ബന്ധിക്കപ്പെട്ടവരായിട്ട് കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ ബേത്ഫാഗയിലെ വഴിയരികിൽ ആ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയെ ദൈവം യേശു പറഞ്ഞു, പോയി കെട്ടഴിച്ചുകൊണ്ട് വാ. കാരണം കെട്ടഴിച്ചുകൊണ്ട് വരുന്നത് മഹാരാജാവിനെ വഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കഴുതയാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്ത് ഒരു കഴിവും ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത് മഹാരാജാവിനെ വഹിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം ബന്ധനത്തിലോ കെട്ടപ്പെട്ടൊരവസ്ഥയിലോ ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയാതെ ആയിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇടയായി തരണം. കർത്താവേ, മഹാരാജാവിനെ വഹിക്കുവാൻ വേണ്ടി എന്റെ കെട്ട് നീ അഴിച്ച് എന്നെ ഒന്ന് സ്വതന്ത്രമാക്കണം. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ദൈവകൃപയിലായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബന്ധനങ്ങളില്ല എന്ന്. എന്നാൽ നമ്മൾ ദൈവകൃപയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുകൾ സംഭവിച്ചാൽ, നമ്മൾ ദൈവസന്നിധാനത്തിൽ നിന്ന് അനുസരണക്കേടുകൾ കാണിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ വന്നാൽ നാം അറിയാതെ തന്നെ നമ്മളോട് ബന്ധിക്കപ്പെടുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശുശ്രൂഷയെ മുന്നേറാൻ കഴിയാത്തതും പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായിരിക്കുന്ന ചില തെറ്റുകളും അനുസരണക്കേടുകളും ഒക്കെയാണ്. എന്നാൽ ഈ നാളുകളിൽ ആ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറകിലെറിഞ്ഞു കളഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുക. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവശക്തി വെളിപ്പെടാൻ അത് തടസ്സമായിട്ട് നിൽക്കുക. ശിംശോന്റെ ജീവിതത്തിൽ ശിംശോന്റെ പഴയ നിയമത്തിലേക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ശിംശോൻ ദൈവത്തിന്റെ ഹിതത്താൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു ന്യായാധിപനായിരുന്നു ശിംശോന്. ശിംശോന്റെ ജീവിതത്തിന്റെ ആ ഒരു ദൈവകൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹാശക്തി അവനിലുണ്ടായിരുന്നു. ആ ശക്തിയാൽ ശിംശോൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ശിംശോന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു നിയമലംഘനം അല്ലെങ്കിൽ ഒരു അനുസരണക്കേട് സംഭവിച്ചതിന്റെ ഫലമായി ശിംശോൻ തകരപ്പെടുവാനിടയായി തീർന്നു.
എത്ര മഹാശക്തിയോടെ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ അവന്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്ന ഒരു സ്ത്രീയാണ്. പലപ്പോഴും നമ്മളുടെ പല ദൈവകൃപയിൽ നിൽക്കുന്ന പല ദൈവദാസന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും തകർച്ചയ്ക്ക് കാരണമായി തീരും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആരും ചിന്തിക്കാത്ത, നിസ്സാരമായിരിക്കുന്ന പല കാരണങ്ങളാണ്. ചെറിയൊരു കോപം അല്ലെങ്കിൽ ആ ക്രോധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മളെ ഈ ലോകത്തിൽ നിന്നും ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് നമ്മളെ നിന്ദിക്കപ്പെടത്തക്ക രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം ഇന്നത്തെ കാലത്തെ മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മളത് കാണുന്നുണ്ട്. നിസ്സാരമായിരിക്കുന്ന ഒരു കോപത്തിന്റെ പേരിൽ ചെയ്യുന്ന പല പ്രവർത്തികളും നമ്മളെ ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന്, നമ്മളിലുള്ള ദൈവകൃപ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുക. എന്നാൽ ദൈവകൃപയിലേക്ക് നാം ആയിത്തീരുമ്പോൾ ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മളോട് വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനുസരണക്കേടുകളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിരോധമായിട്ട് ഉയരുന്ന എല്ലാ അന്ധകാരത്തെയും എല്ലാ കോട്ടകളെയും എല്ലാ സങ്കല്പങ്ങളെയും എല്ലാം ഇടിച്ചു കളഞ്ഞുകൊണ്ട് നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മൾ വെളിപ്പെടുവാനിടയായിത്തീരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആരാണെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. നമ്മൾ ചെറിയവനായിക്കോട്ടെ വലിയവനായിക്കോട്ടെ, നമ്മൾ ആരുമായിക്കോട്ടെ, നമ്മൾ കഴിവുള്ളവരായിക്കോട്ടെ കഴിവില്ലാത്തവരായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ നമ്മളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർന്നപ്പോൾ ആ അഭിഷേകത്തിനൊപ്പം തന്നെ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവശക്തി കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ആ ശക്തിക്ക് നമ്മളിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ ചെയ്യുവാനിടയായിത്തീരും. എന്നാൽ ഈ നാളുകൾ ആ ശക്തിയെ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളൊരു നിസ്സാര മനുഷ്യനെ പോലെ ആയിരിക്കുക. നമ്മൾ കേവലം നിസ്സാര മനുഷ്യരാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം ഈ നിസ്സാരമായിരിക്കും നമ്മുടെ ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കുന്ന ഒരു ശക്തിയാണ്. നമ്മളെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ വിശ്വാസമുള്ള ഒരു ഹൃദയം, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ശക്തി നമുക്കറിയാം, ഒരു നായയെ നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ആ നായ അതനുസരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു സന്തോഷമുള്ളൂ. നമ്മളതിനെ കൂടുതലായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുകയും അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിനെ അതിനോടൊരു സ്നേഹം നമുക്ക് തോന്നത്തുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന ഒരു നായയാണെങ്കിൽ നമുക്കതിനോട് വളരെ സ്നേഹമാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏത് മൃഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു മെഷീൻ പ്രവർത്തിക്കുക, നമ്മളൊരു മെഷീൻ ഉണ്ടാക്കിയെന്ന് വെച്ചോട്ടെ, നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾക്കനുസരിച്ച് അത് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ അതിനെ കൂടുതൽ എന്നാ പറയുന്നത്, അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യും. ഇപ്പൊ ചെറിയൊരു കാര്യം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിന്റെ കഴിവുകളെ അതിന്റെ ആ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കേണ്ട കൂടുതൽ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുവാനും അതിന്റെ സാധ്യതകളെ നമ്മൾ കാണുവാനിടയായത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിലുള്ള സാധ്യതകളെ ദൈവം അറിയുന്നുണ്ട്. കാരണം നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം അറിയുന്നുണ്ട്. ആ ദൈവശക്തിക്ക് വേണ്ടി നമ്മൾ വിധേയപ്പെടുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക മാത്രമല്ല, നമ്മൾ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവശക്തിക്ക് നമ്മൾ വിധേയപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നാളുകളിൽ അപ്പോസ്തലന്മാര് ആ പെന്തക്കോസ്ത് നാളിൽ അല്ലെങ്കിൽ ആ പെന്തക്കോസ്തിന്റെ അനുഭവം കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിൽ വെളിപ്പെട്ടതായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നാളുകളിൽ അവിടെ ഇവിടങ്ങളിലായിരിക്കുന്ന സാധുക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ തുടങ്ങും. എന്നാൽ വിധേയപ്പെടുക അല്ലെങ്കിൽ ദൈവശക്തിക്ക് കീഴ്പ്പെടുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന പെന്തക്കോസ്ത് നാളിന്റെ ആ പെന്തക്കോസ്ത് അനുഭവത്തിന്റെ ശേഷം പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് വഴിയിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടൊരു മനുഷ്യനിരിക്കുക. അദ്ദേഹം എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ദൈവദാസന്മാരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവര് പത്രോസ് യോഹന്നാനോട് കൂടെ ആ മനുഷ്യനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നസ്രനായ യേശുവിന്റെ നാമത്തിൽ നിനക്ക് തരുന്നു, നീ എഴുന്നേറ്റ് നടക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നതാ, നമ്മൾ ദൈവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ സമയത്ത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ളവര്, നമ്മുടെ സ്നേഹിതര്, നമ്മളെ അറിയാത്തവർ, നമ്മളെ അറിയുന്നവരൊക്കെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവകൃപയുണ്ടെങ്കിൽ, ഒരു ദൈവശക്തി ഉണ്ടെങ്കിൽ നമ്മൾ അത്ഭുതങ്ങളെ തേടി അങ്ങോട്ട് പോകേണ്ട, അത്ഭുതങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ട, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ആളുകൾ നമ്മുടെ അടുക്കൽ എത്തുവാനിടയായിത്തീരും.
ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി അത്ര അത്യന്തമായിരിക്കുന്ന ആ പെന്തക്കോസ്ത് നാളിൽ പകർന്ന അത്ഭുതത്തിന്റെ ശക്തി ഈ നാളുകളിൽ നാം ഏറ്റെടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. കാരണം കർത്താവിന്റെ വരവ്, ഈ ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഇനി നമുക്ക് കാലങ്ങൾ അധികമില്ല. ആ കാലങ്ങൾ അധികമില്ലെന്ന് ദൈവമക്കളായിരിക്കും നമ്മൾ പലപ്പോഴും മറന്നുപോവുക. എന്നാൽ അപ്പുറത്ത് കർത്താവിന്റെ വരവെങ്കിൽ തന്റെ വൃതന്മാരെ ആരെയും കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ തന്റെ വൃതന്മാരെ കഴിയുമെങ്കിൽ എല്ലാവരും തന്നെ തെറ്റിച്ച് കളയണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവൻ അതിശക്തിയോട് ഇനി എനിക്ക് സമയമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ഭക്തന്മാരെ തെറ്റിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. അവന്റെ വേല ഒരു മിനിറ്റ് പോലും വിശ്രമമില്ലാതെ അവന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ ബാധ്യസ്ഥരായിരിക്കുന്ന, ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്ന, ദൈവത്തിന്റെ വിടുതൽ മറ്റുള്ളവർക്ക് പകരപ്പെടുവാൻ ബാധ്യസ്ഥരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഉറങ്ങിയും മയങ്ങിയും നിൽക്കുക. കർത്താവ് പറയുന്നുണ്ട്, ഇത് അന്ത്യകാലമാകിയാൽ നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടണം. ഇന്നും നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ അനേക ഗ്രാമങ്ങളിലെ സുവിശേഷം കടന്നുചെല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടേക്കെല്ലാം സുവിശേഷവുമായിട്ട് കടന്നു പോകുവാൻ ഒരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകൾ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഒരു വിഷയമല്ല. ശിംശോൻ ഗുഹയിൽ ഇരിക്കുമ്പോഴത്തേക്ക് തന്റെ സ്വന്തം ജനമാരിൽ ഇസ്രായേൽ കടന്നു വന്നിട്ട് പറയുകയാണ്, ഈ ഫെലിസ്തീൻ നിന്നെ പിടിക്കാൻ വന്നിട്ടുണ്ട്, അവർ ഞങ്ങളോട് പോരാടാൻ തുടങ്ങുക. അപ്പൊ നിന്നെ പിടിച്ചു കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ വെറുതെ വിടും, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ പിടിച്ചു കെട്ടാൻ പോവുക. സ്വന്തം ജനം വന്ന് തന്റെ സ്വന്തം കൂട്ടത്തിലുള്ള ഒരുത്തിനെ പിടിച്ചു കെട്ടി ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എന്നാൽ ശിംശോൻ ഭാരപ്പെട്ടില്ല. ശിംശോനെ പിടിച്ചു കെട്ടി ഫെലിസ്തീനരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശിംശോന്റെ കയ്യിൽ നിന്ന് അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന ആ കയർ ഒരു ചണം പോലെയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെ എത്രത്തോളം ശത്രു തടഞ്ഞു വെച്ചാലും, നമ്മളെ എത്രത്തോളം ശുശ്രൂഷയിൽ മുമ്പോട്ട് വിടാതെ നമ്മളെ എത്ര ബന്ധനത്തിലാക്കിയെന്ന് പറഞ്ഞാലും, എത്ര രോഗം നമുക്ക് നേരിട്ടെന്ന് പറഞ്ഞാലും, എത്ര സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ടെന്ന് പറഞ്ഞാലും, സാഹചര്യം ഒന്നും അനുകൂലമല്ലെന്ന് തോന്നിയാൽ പോലും നമ്മൾ ദൈവശക്തിക്ക് വേണ്ടി വിധേയപ്പെടുമ്പോൾ, ദൈവമേ നിന്റെ ശക്തി അധികമായിട്ട് എൻ്റെ മേൽ പകരണം, നിന്റെ അത്യന്ത ശക്തി എൻ്റെ മേൽ പകരപ്പെടണമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ കൂടാരത്തെ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി കഴിക്കാൻ പറ്റാത്ത ഒരു ബന്ധനവും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൽ അത് എത്ര വലിയ പാരമ്പര്യത്തിന്റെ കെട്ടുകളായിക്കോട്ടെ, എത്ര നാളത്തെ പഴക്കമുള്ള രോഗമായിക്കോട്ടെ, ദൈവത്തിന്റെ ശക്തി കടന്നു വരുമ്പോൾ, ദൈവത്തിന് വിടുതൽ നമുക്ക് തരണമെന്ന് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ വർഷങ്ങളോ നാളുകളോ ബന്ധനത്തിന്റെ അളവുകളോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. നോക്കിക്കേ, 12 സംവത്സരം രക്തസ്രാവമായിരുന്ന സ്ത്രീ യേശുവിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. എന്നാൽ 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയോട് യേശു കൽപ്പിക്കുകയായി ചെയ്തു. അപ്പൊ വർഷം ദൈവത്തിനൊരു പ്രശ്നമല്ല. വർഷം എത്ര അധികമായാലും നമ്മൾ വിചാരിക്കും നമ്മുടെ ബന്ധനത്തിന്, നമ്മുടെ രോഗത്തിന് ഇത്ര കാലത്തെ പഴക്കമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ ഇതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുന്നു ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുരടിച്ചു പോയതായിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശുശ്രൂഷ ജീവിതം ഇപ്പോൾ മുരടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. നമ്മൾ പറയും, യോ എനിക്കൊരു സാഹചര്യമില്ല, പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഇറങ്ങിപ്പോയി സുവിശേഷം പറയണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ട്, എന്നാൽ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ എന്നെ അനുവദിക്കുന്നില്ല. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശാരീരികമായിരിക്കുന്ന ക്ലേശങ്ങൾ എന്നെ പ്രാർത്ഥിക്കുവാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ വീട്ടിലുള്ള സാഹചര്യം കാരണം എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ജോലി തിരക്കുകൾ കാരണം എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് എനിക്കൊരു ഇച്ചിരി സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി പ്രവർത്തിക്കാമായിരുന്നു, എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറ്റത്തില്ല. കർത്താവ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ഒതുക്കിയതിന് ശേഷം നിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ അങ്ങനെയൊന്നും ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഏത് സമയത്ത് കർത്താവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോൾ ദൈവസന്നിധാനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നോ അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളെ വ്യാപരിക്കും. ദൈവത്തിന് ഇന്ന സമയമോ അല്ലെങ്കിൽ ദൈവം പറയും, ഞാൻ നിന്നെ ഇന്ന സമയത്ത് ഇന്ന മാസം ഇത്രാം തീയതി ഞാൻ നിന്നെ സൗഖ്യമാക്കത്തുള്ളെന്ന് ദൈവം സമയമൊന്നും വെച്ചിട്ടില്ല. നമ്മൾ ദൈവസന്നിധാനത്തിൽ എപ്പോൾ താഴ്ത്തി നമ്മെ സമർപ്പിക്കുന്നു, ഒരു വിടുതലിന് വേണ്ടി നമ്മളെ ഏൽപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയാനുള്ളതെല്ലാം ഒന്ന് വിട്ടുകളയുന്നു, താഴ്ന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ക്ഷമിക്കേണ്ടവരോടൊക്കെ നമ്മളൊന്ന് ക്ഷമിക്കുമ്പോൾ, വിട്ടുകളയേണ്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ശക്തി നമ്മളെ വ്യാപരിക്കാൻ തുടങ്ങും. പലപ്പോഴും ചില പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴായിരുന്നു ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായിരുന്നു. ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കും, നമ്മളെപ്പോഴാണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, നമ്മളെപ്പോഴാണോ താഴ്ത്തി സമർപ്പിക്കുന്നത്, നമ്മളെപ്പോഴാണോ ദൈവസന്നിധാനത്തിൽ ക്ഷമ ചോദിക്കുന്നത്, നമ്മളെപ്പോഴാണോ മനുഷ്യരോട് ക്ഷമ ചോദിക്കുന്നത്, അത് ദൈവത്തിന്റെ സമയമാണ്. ദൈവത്തിന് ഏത് സമയത്ത് ദൈവം പ്രവർത്തിക്കും, പക്ഷെ നമ്മുടെ ഒരുക്കത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്.
നമ്മൾ ഒരുക്കത്തോടെ ദൈവസന്നിധാനത്തിൽ ഇരിക്കുന്നെങ്കിൽ, നമ്മളൊരു ആവലോടെ ദൈവസന്നിധാനത്തിൽ ഇരിക്കുന്നെങ്കിൽ, കർത്താവ് എനിക്കൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എത്ര വലിയ ബന്ധനമായിരുന്നാലും പ്രയാസമായിരുന്നാലും നമ്മൾ ദൈവസന്നിധാനത്തിലെ മുഴങ്കാലുകളെ മടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവം വിടുവിക്കും. ആ 12 സംവത്സരം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ വന്ന് യേശുവിന്റെ തൊങ്ങലെ തൊട്ടപ്പോഴത്തേക്ക് യേശു പറഞ്ഞില്ല, നീ എന്റെ തൊങ്ങലെ തൊട്ടതുകൊണ്ട് ഞാൻ സൗഖ്യം നിനക്ക് തരത്തില്ല, ഞാൻ വന്ന് നിന്നെ സൗഖ്യപ്പെടുത്തിക്കോളാമെന്നല്ല യേശു പറഞ്ഞത്. അവൾ ആവലോട് കൂടി വന്ന് എനിക്കൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോഴത്തേക്ക് അവനിൽ നിന്ന് ശക്തി വ്യാപരിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവവൈദ്യലെ, ദൈവദാസനെ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളോടൊന്ന് വിളിച്ചു പറയുവാനുള്ളത്, നമ്മൾ ആവലോട് കൂടി ആവശ്യബോധത്തോടു കൂടി ആ ഒരു ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മളിന്മേൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി നമ്മൾ ആവലോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിൽ മുഴങ്കാലുകളെ മടക്കുന്നുണ്ടെങ്കിൽ, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞുകൊണ്ട്, ക്ഷമിക്കേണ്ടതിനെ ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ താഴുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധാനത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീരും. നമ്മളെ തകർക്കുന്ന ശിംശോനുമേൽ യഹോവയുടെ ആത്മാവ് കടന്നു വന്ന് അവന്റെ കൈമേൽ എന്താണെന്നറിയാവോ? ഒരു കഴുതയുടെ താടിയല്. മൃഗങ്ങൾ വന്ന് തിന്നു, എല്ലിനിടയിൽ ശേഷിച്ചിരുന്നതൊക്കെ പക്ഷികൾ വന്ന് കൊത്തി തിന്നു. ഇപ്പൊ വേറെ ശേഷിച്ചിരിക്കുക. അത് ചിലപ്പോൾ ആയിക്കോട്ടെ, കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, നമ്മുടെ ശൂന്യതകളിൽ നിന്ന് ദൈവം സാഹചര്യവും സാധ്യതയും കാണാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രവർത്തിക്കില്ലാത്തിൽ നിന്ന് ഉളവാക്കിക്കൊണ്ട് വരുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ശക്തി എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയത്തില്ല കേട്ടോ. അവന്റെ ശബരിമയമായിട്ട് ചാണുകൊണ്ട് ആകാശത്തെ അളക്കുകയും എല്ലാം നാഴിയിൽ അളക്കുകയും ചെയ്യുന്നവന് അല്ലയോ. നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ പറ്റി, ദൈവത്തിന്റെ ശക്തിയെ പറ്റി നമ്മുടെ കണ്ണുകളെ ഒന്ന് മേലോട്ട് ഉയർത്തി നോക്ക്. നമ്മുടെ കണ്ണുകളെ നമ്മുടെ ചുറ്റുപാടുകളും ഒന്ന് ഓടിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. എന്നാൽ നമ്മൾ മാറി നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് തന്നെ നിന്നുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ദൈവപ്രവൃത്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മറ്റൊരാളെ പോലെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഓർത്തു കഴിഞ്ഞാൽ മറ്റാർക്കും ചെയ്തു കൊടുത്തതിനേക്കാൾ ഉപരിയായിട്ടുള്ള അത്ഭുതങ്ങളും വിടലും അനുഭവിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും. കർത്താവിന്റെ സന്നിധാനത്തില് ദൈവത്തിന്റെ അതിശക്തമായിരിക്കുന്ന ശുശ്രൂഷക്കാരത്തികളായി നിൽക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചപ്പോൾ വീണ്ടും ഏലിയാവിനോട് ചോദിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കാൻ, നിനക്കെവിടെ എന്താ കാര്യം? ഇപ്പോൾ നീ ശുഷ്കിച്ചും ക്ഷീണിച്ചും മതി കർത്താവേ, എനിക്ക് മതി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കാൻ എന്താ സാഹചര്യം, അല്ലെ എന്താ അതിന് കാരണമെന്ന് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ഒരു ദൈവവൈദ്യരാണെങ്കിൽ ഓർത്തോളം മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഉപരിയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്ക് കർത്താവ് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് ദൈവത്തോട് ചോദിക്കുവാനല്ല. കർത്താവെ, മറ്റുള്ളവർക്ക് ഇല്ലാത്തതൊന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒന്ന് ഞാൻ അറിയുന്ന കർത്താവെ, മറ്റുള്ളവർക്ക് കൊടുക്കാത്തതായിരിക്കുന്ന നന്മയും അഭിഷേകത്തിന്റെ ശക്തിയും നിനക്ക് എൻ്റെ മേൽ പകരുവാൻ അതിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് കർത്താവ് ഇത് സംഭവിക്കുന്നതെന്ന് വിളിച്ചു പറയാൻ നമുക്കൊരു മനസ്സുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോവുക. ആ കഴുതയുടെ പച്ച പ്രവർത്തിക്കുമെന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യങ്ങളും നമ്മുടെ കയ്യിൽ ശേഷിച്ചത് എന്താണ്? ഉപരിയായിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ആ ഉണങ്ങിയ വടി, ആ ശകുനവാദി അല്ലെങ്കിൽ മന്ത്രവാദികളുടെ പാമ്പ്, അല്ലെങ്കിൽ അവരുടെ വടി പാമ്പായി തീർന്നപ്പോൾ അവരുടെ ആ ശക്തികളെ എതിരിടുവാൻ അല്ലെങ്കിൽ അതിന്റെ മേൽ വിജയം പ്രാപിക്കുവാൻ നമ്മളിലുള്ള ചെറിയൊരു അപ്പമില്ലല്ലോ എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നേക്കാം. എന്നാൽ ആ ശക്തി ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് മുൻപോട്ട് പോകുവാൻ ഒരു കൃപ തെരുമാറണമെന്ന് നമുക്ക് ദൈവസന്നിധി. ഗോലിയാത്ത് നിൽക്കുക, നമ്മളൊന്ന് മാനുഷ്യ. ഗോലിയാത്ത് വലിയ ഒരു വാളും പരിചയവും കുന്തവും ഇത്രയും നല്ല പൊക്കത്തിലും നീളത്തിലും ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് കൊച്ചനായിരിക്കുന്ന ഒരു ബാലനായിരിക്കുന്ന ചെറിയൊരു ദാവീദ് ഓടി ഇങ്ങോട്ട് വന്നിട്ട് വരുമ്പോഴത്തേക്ക് അവന്റെ കയ്യിലിരിക്കും. നമുക്ക് പലപ്പോഴും ചിലപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ആ സാഹചര്യത്തെ, ആ യുദ്ധക്കളത്തെയും ദാവീദ് ഇങ്ങനെ ഒരു കവിണയും കല്ലും ഒക്കെ ആയിട്ട് കടന്നു വരുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മളവിടുത്തെ ഒരു കാഴ്ചക്കാരനാണെങ്കിൽ നമുക്കൊരു ചിരിയും വരും, നമുക്കൊപ്പം ഭയവും വരും. ഇവനെന്താ കാണിക്കാൻ പോകുന്നത്? ഇവനെ കാലെ പിടിച്ചെടുത്ത് ആ ഗോലിയാത്ത് അലക്കുമെന്ന് നമ്മൾ പ്രാപിച്ച ദാവീദ് അവനൊരു കവണയും കല്ലുമായിട്ട് ഗോലിയാത്തിനെതിരെ പാഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഗോലിയാത്തിന് അവനെ തന്നെ തോന്നുക, നീ എന്താ ഇങ്ങനെ വരാൻ, ഞാനൊരു നായയാണോ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ കയ്യിലുള്ള അഭിഷേകത്തിന്റെ ശക്തി അത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ശത്രു അത് തിരിച്ചറിയുവാനിടയായി. ഗോലിയാത്തിന് അവനെ തന്നെ ഒരു നായയാണെന്ന് തോന്നുവാനിടയായി തീർന്നു. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന മലനായിരിക്കുന്ന ഗോലിയാത്തിന് ദാവീദിനെ കണ്ടപ്പോൾ അവനൊരു നായയാണെന്ന് തോന്നിയത് അത് ദാവീദിന്റെ മിടുക്കൊണ്ടൊന്നുമല്ല, ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയാണ്.
ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ ഏത് നിമിഷം തകർക്കണമെന്ന് പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുവിനറിയാം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്താണെന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന, അവനോട് എതിർത്ത് നിൽക്കുന്ന എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ നാളുകൾ നമ്മൾ പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ അധികം ഉറപ്പാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തി നമ്മളോട് വെളിപ്പെടുവാൻ വേണ്ടി നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെ ദാവീദിന്റെ ചെറിയ ആ കല്ലിന് ഒരു ശക്തിയുമില്ല. ദാവീദിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ദാവീദ് ആ കല്ലെടുത്ത് ആ കവടയിൽ നിന്ന് ഗോലിയാത്തിന് നേരെ എയ്യുമ്പോഴത്തേക്ക് ദൈവശക്തി ആ കല്ലിൽ വ്യാപരിക്കുകയും. ഓർത്തോണം, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ലോകം കണ്ടിട്ടില്ലാത്ത, മറ്റുള്ളവർ നമ്മളെപ്പറ്റി വിചാരിക്കാത്ത, നമ്മൾ പോലും ചിന്തിക്കാത്തതായിരിക്കുന്ന അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ നമ്മളോട് ചെയ്യുവാനിടയായിത്തീരും. ഈ നാളുകളിലെ ദൈവമക്കളായിരിക്കും നമ്മളെ ഓരോരുത്തരും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു അധികാരത്തിന്റെ ശക്തി നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടുക, ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ എന്നും കൊന്നും ഇങ്ങനെ പാടിയും പ്രാർത്ഥിച്ചുമൊക്കെ പോകാൻ മാത്രമല്ല, അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ ഈ നാളുകൾ ഓരോ ദൈവമക്കളും ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരണം. ഈ നാളുകളിൽ നമ്മളെ അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ ദേശത്തെ ബന്ധിച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ തകർക്കുവാൻ ആവശ്യമായ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ആ അഭിഷേകത്തിന്റെ ശക്തി ഈ ആളുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ശത്രുവിന് പോരാടി നമ്മുടെ വിജയം എടുക്കുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതം. അതിനുവേണ്ടി നമ്മളെ ശാസിക്കുന്നത് പലപ്പോഴും ദൈവത്തിനോട് ഉദ്ദേശിക്കുന്നു. എന്നാലും നമ്മുടെ ചുറ്റുപാട് അകത്ത് കിടക്കുന്നത് നമ്മുടെ ദേശത്തെ പറ്റി, നമ്മുടെ രാജ്യത്തെ പറ്റിയുള്ള ഉത്തരവാദിത്തം ദൈവം നമ്മുടെ മേലെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, നമ്മൾ വിടുതലിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവരുടെ രക്തത്തിന്റെ വില നമ്മളോട് ചോദിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവരുടെ അഭിഷേകത്തെ നോക്കി കോപ്പിയടിക്കുവാനല്ല ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. നിന്റെ ദൈവദാസന്റെ മേലോ നിന്റെ സഭയിലുള്ള ദൈവപൈതന്റെ മേലോ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ആ ഒരു രീതിയിലല്ലായിരിക്കും നിന്റെ ജീവിതത്തെ ദൈവം പകരുന്നത്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ദൈവം ഒരുപക്ഷെ നിനക്ക് ഭൂതശാന്തി വരമാന്നിരിക്കുന്നതെങ്കിൽ അടുത്ത ആൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന രോഗശാന്തി വരമായിരിക്കും. നിന്റെ ആരാധനാ രീതികളിൽ പോലും ചിലപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യത്യാസം പകർന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എന്റെ ദൈവദാസൻ പ്രസംഗിക്കുന്നത് പോലെ ഞാൻ പ്രസംഗിക്കും എന്ന് പറഞ്ഞ് നമ്മൾ കോപ്പി അടിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്താണ്? നമ്മൾ ഗിദെയോന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ശക്തി അല്ലായിരുന്നു ശിംശോന്റെ മേൽ പകർന്നത്. ശിംശോന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ശക്തി അല്ലായിരുന്നു ദൈവം ദാവീദിന്റെ മേൽ പകർന്നത്. ദാവീദിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ശക്തി അല്ലായിരുന്നു ദൈവം പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്ക് പത്രോസിന്റെ യോഹന്നാന്റെ മേൽ പകർന്നത്. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും തട്ടി ആളുകൾ സൗഖ്യമാകണമെന്ന് വിചാരിച്ച് കിടക്കുക വഴിയരികില്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മേലുള്ള അഭിഷേകം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഓർക്കണം, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന സാധാരണ ഒരു ശക്തിയല്ല. ഈ ലോകത്തിൽ ആർക്കും അളന്ന് തിട്ടപ്പെടും എല്ലാവരും കൂടി ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് ഓർത്തോണം, നമ്മളിൽ വ്യാപരിക്കുന്ന ചെയ്യുവാൻ മാത്രമല്ല, കർത്താവ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ദൈവത്തിന് വേണ്ടി അല്ലെ യേശു ക്രിസ്തുവിന് വേണ്ടി ഉയർത്തി. അവിടെ നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം നിനക്കതൊരു പക്ഷെ ചെറുതായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം ഒരുപക്ഷെ നീ വിചാരിച്ചുകൊണ്ടിരിക്കാം, കർത്താവ് എന്റെ അല്ലെങ്കിൽ വലിയ വലിയ ദേവദാസ് റെയ്നാഡ് ബോങ്കയെ പോലെ, അല്ലെങ്കിൽ പോൾ യോങ്കിച്ചയെ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ വലിയ ദേവദാസന്മാരെ പോലുള്ള ഒരു അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേലുണ്ടെങ്കിൽ എനിക്ക് ചിലതൊക്കെ ചെയ്യാമായിരുന്നു ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഒരു നാൾ ഞാനും അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കിയപ്പോൾ എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഞാൻ ഉപയോഗിക്കാമെന്ന് ദൈവസ്ഥലത്തെ തീരുമാനമെടുത്തപ്പോൾ ദൈവമേ മറ്റൊരു തലം ഉപയോഗിക്കുവാനിടയായി തീർന്ന് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ നോക്കി അവരുടെ ശുശ്രൂഷയെ നോക്കി കോപ്പിയടിക്കുന്നില്ല. നമ്മുടെ അഭിഷേകത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മേലൊരു അഭിഷേകത്തിന്റെ ശക്തി ദൈവം പകർന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആ നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് മുൻപോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിലെ ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്, ഈ അത്യന്ത ശക്തി, ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്ന് പറയുന്നത് ചോദിക്കുന്നതിനേക്കാൾ നിൽക്കുന്നതിനേക്കാൾ അത്യപരമായിട്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്ന ശക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് വലുതായിരിക്കും, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വ്യാപരിക്കുന്ന ശക്തിക്ക് ചെയ്യുവാൻ കഴിയും. ആ ശക്തി എന്ന് പറഞ്ഞാൽ കേവലം ഒരു മാനുഷിക ശക്തിയല്ല, ഈ ലോകത്തിന്റെ ശക്തിയല്ല, ഉയരത്തിലെ ജീവന്റെ ശക്തി അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ, മാനസിക ഭാരത്തോടെ ആയിരിക്കുകയാണോ, ഭാരപ്പെടരുത്. ഈ രക്ഷിക്കപ്പെടുന്നതിന്റെ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നിനക്കൊന്നുമില്ലെന്നോർത്ത് നീ ഭാരപ്പെടരുത്. നിന്റെ ജീവിത സാഹചര്യം
ഓർത്ത് രാജ്യവും നീതിയും അന്വേഷിക്കണം, അതോടുകൂടി ഇതൊക്കെ നമുക്ക് തരും. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നതെന്നറിയോ? നമ്മൾ ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷം ദൈവം എനിക്ക് ചില സാമ്പത്തിക നന്മകൾ ഉണ്ടായിട്ട്, എനിക്കൊരു ഭവനമൊക്കെ ഉണ്ടായിട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയേക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ മറ്റുള്ള ഒരാൾക്ക്, എന്നാൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ അവസ്ഥ ഒരുപോലെ ഇരിക്കത്തില്ല. നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവസ്ഥകൾ നമുക്ക് മാറണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി നാം വിധേയപ്പെടണം. കേവലം നമ്മുടെ മാനുഷിക അവസ്ഥകൾ മാറുവാൻ വേണ്ടിയല്ല ദൈവശക്തിക്ക് വിധേയപ്പെടേണ്ടത്. ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയിൽ ആ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതായിരിക്കുന്നു അതേ ശക്തി നമ്മളിലും വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയാൽ ഈ ദിവസങ്ങളിൽ ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും പറഞ്ഞ അടിയനെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു.